നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ ലൈഫ് അനുസരിച്ചാണ്. 4 കാര്യങ്ങൾ അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ അധ്യായം 4-ാമത്തെ അധ്യായത്തിൻ്റെ 19, 20, 21 വാക്യങ്ങൾ, 18 മുതലുള്ള വാക്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധയോടുകൂടി വായിച്ച പിടികിട്ടും. ഒന്ന്, ഈ വാഗ്ദാനം നടക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. രണ്ടാമത്തെ ഒരു പ്രത്യേകത അവിടെ കാണുന്നുണ്ട്. ഇത് നടക്കാൻ സാധ്യതയില്ലെങ്കിലും അവൻ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ അവിശ്വസിച്ചില്ല. ഇത് മൊത്തം സാധ്യതകളും ക്ലോസായി കിടക്കാണ്. സാറായ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് സംശയമായിരുന്നിട്ടും അയാൾ വീണ്ടും വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ അവിശ്വസിച്ചില്ല. ഇത് നടക്കുമെന്ന് ഉറച്ചു. ഇത് നടക്കാൻ യാതൊരുവിധ സാധ്യതയില്ലാഞ്ഞിട്ടും ഈ വാഗ്ദാനത്തെ അബ്രഹാം അവിശ്വസിച്ചില്ല. വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്, അയാൾ കാത്തിരുന്നു ഈ വിശ്വാസം പുൽകാൻ വേണ്ടി, ഈ വാഗ്ദാനം സംഭവിക്കാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഇതിപ്പോൾ പറഞ്ഞു തരുന്നതിനെക്കാട്ടും കൂടുതൽ നിന്ന് സമയമെടുത്ത് ഈ 4-ാമത്തെ അധ്യായത്തിൻ്റെ 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളൊന്ന് സീരിയസ് ആയിട്ടിരുന്ന് വായിച്ചു നോക്കണം. ഇങ്ങനെ